ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് യേശുനാമത്തിൻ്റെ ശക്തി എന്നുള്ള പുസ്തകം വട്ടായിൽ അച്ഛൻ്റെ ആ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസാണ്. 2018 വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഞാൻ ആ സമയത്തൊക്കെ യേശുനാമത്തിൻ്റെ ശക്തി എന്നുള്ള ബുക്ക് എപ്പോഴും കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. എവിടെ പോവുകയാണെങ്കിലും പുസ്തകം കൈ വയ്ക്കുമായിരുന്നു. കിടന്നുറങ്ങുമ്പോൾ തലയണയുടെ കീഴിൽ ആ ബുക്ക് വെച്ചിട്ടായിരുന്നു ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. എനിക്ക് ആ പുസ്തകം ഭയങ്കര സ്പെഷ്യലായിട്ട് എപ്പോഴും ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അന്ന് ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമായിരുന്നു. യേശുനാമത്തിൻ്റെ ശക്തി എന്ന പുസ്തകം ഒത്തിരി അനുഗ്രഹങ്ങളുള്ള ബുക്കാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ പുസ്തകം എപ്പോഴും കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ 2018 വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും എല്ലാ വർഷങ്ങളിലും അല്ലെങ്കിൽ ഒന്നിടവിട്ട വർഷങ്ങളിലൊക്കെ വെള്ളം കയറുമായിരുന്നു. കുറച്ച് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് പക്ഷേ ജസ്റ്റ് കയറി ഇറങ്ങി പോകും, അല്ലാണ്ട് വീട് മുങ്ങുമോ വെള്ളം അങ്ങനെ കയറുമോ സാധനങ്ങൾ നശിച്ചു പോകുമോ അങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2018 ഇതേപോലെ തന്നെ എല്ലായിടത്തും വെള്ളം കയറുന്നതിൻ്റെ തലേ ദിവസം രാവിലെ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി പോകുമെന്നുള്ള വിചാരത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്തെ വീട്ടിലല്ല, ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ എല്ലാം ഞങ്ങൾ പാക്ക് ചെയ്ത് വെള്ളം കയറി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാ സാധനങ്ങളും ഏകദേശം മേശയിലൊക്കെ തന്നെയായിരുന്നു. നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ അത്രയും വെള്ളം കയറുമെന്ന്. പക്ഷേ അന്ന് രാത്രി 3 മണിക്കായിരുന്നു ഉരുൾപൊട്ടലുണ്ടായിട്ട് അവിടെ മിക്കവാറും എല്ലാ വീടുകളിലും വെള്ളം കയറിയത്. അത് ഈശോയുടെ കരുതലാന്ന് വിചാരിക്കുകയാണ്. കാരണം ബാക്കി എല്ലായിടത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 3 മണിയുടെ സമയത്ത് വെള്ളം കയറി. അപ്പോൾ എല്ലാവരും സെക്കൻഡ് ഫ്ലോറിലേക്കൊക്കെ കയറി. ഞങ്ങളുടെ വീടിന് ഒരു ഫ്ലോറേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വെള്ളം കയറിയായിരുന്നെങ്കിൽ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും മരിച്ച് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ആൾക്കാർ പോലും അറിയില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ തൊട്ടടുത്തായിട്ട് വീടുകളിൽ കുറച്ച് ദൂരെയായിട്ടാണ് വീട്ടുള്ളത്. അപ്പം പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ഞങ്ങളുടെ മേൽക്കൂര വരെ വീടും മുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ, ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും വെള്ളത്തിലായിപ്പോയായിരുന്നു. അങ്ങനെ പിറ്റേന്ന് ഏകദേശം വൈകുന്നേരം ആയപ്പോഴേക്കും വെള്ളം ഒന്ന് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഏകദേശം എല്ലാം മുങ്ങി. കാരണം മേൽക്കൂര വരെ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം ചെടിയിൽ കുതിർന്ന് സ്മെല്ലാണെങ്കിൽ ഭയങ്കര സ്മെല്ലായിരുന്നു. അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ബെഡ്, അതായത് ഞാൻ കിടന്ന ബെഡ് എന്ന് വെച്ചാൽ ഞാൻ കിടന്ന ആ ഒരു സൈഡ്, ആ തലയണ, അതിൻ്റെ അടിയിൽ 2 കമ്പിളികളുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ യേശുനാമത്തിൻ്റെ ശക്തി എന്നുള്ള ബുക്കുണ്ടായിരുന്നു. ബെഡിൻ്റെ സൈഡ് നനഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ആ മോൾ ഭാഗം നനഞ്ഞിട്ടില്ലായിരുന്നു. ഈ കമ്പിളി നനഞ്ഞിട്ടില്ലായിരുന്നു. തലയണ നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ പുസ്തകത്തിനകത്ത് ഒരു ചെളിയുടെ മാർക്ക് പോലും ഉണ്ടായിരുന്നില്ല. അതായത് വെള്ളം കയറി ഇറങ്ങി ഉണങ്ങിയതാണെന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു തുള്ളി ചെളി പോലും ആ പുസ്തകത്തിലുണ്ടായിരുന്നില്ല. പക്ഷേ വെള്ളം കയറിയതിൻ്റെ പാട് ഞാൻ കിടക്കുന്ന മുറിയുടെ ആ വാളിൻ്റെ മുകളിൽ വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പുസ്തകം വെച്ച ആ ഒരു സ്ഥലവും ആ ബെഡ്ഷീറ്റ്, അതിൻ്റെ മുകളിൽ വെച്ച 2 കമ്പിളികൾ, തലയണ, ഇതൊന്നും നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുസ്തകത്തിന് യാതൊരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും അത്ഭുതമായിരുന്നു. കാരണം ഇൻ കേസ് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ആ തലയണയ്ക്ക് അതിൻ്റെ സ്മെല്ലെങ്കിലും ഉണ്ടാവില്ല. ആ തലയണയ്ക്കോ ബെഡ്ഷീറ്റിനോ കമ്പിളിക്കോ പുസ്തകത്തിനോ ഒന്നും ചെളിയുടെ മണം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെനിക്ക് വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാരണം ഇത്രയും വെള്ളം കയറി എല്ലാം മുങ്ങിപ്പോയിട്ട് ആ പുസ്തകവും അതിൻ്റെ ആ പരിസരത്തുണ്ടായിരുന്നത് മാത്രം നനയോ ചെളി കയറോ ഒന്നും ചെയ്തില്ല. അതേപോലെ ഇന്ന് രാവിലെ പള്ളിയിൽ പോകുമ്പോൾ ഞാനിടുന്നൊരു സ്കാർഫ് ഉണ്ടായിരുന്നു. ഈശോ ഇതൊക്കെ മുങ്ങിയപ്പോഴും ആ സ്കാർഫ് ഇതേപോലെ ഈശോ സംരക്ഷിച്ചു. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ സ്കാർഫ് ചെളി നിറഞ്ഞ ദിവാങ്കോട്ടിൻ്റെ മുകളിലായിരുന്നു. പക്ഷേ അതിനും ചെളിയുടെ സ്മെല്ലും ഉണ്ടായിരുന്നില്ല, നനഞ്ഞതിൻ്റെ ഒരു അടയാളം ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് ഒരു സ്കാർഫായിരുന്നു അത്. അപ്പോൾ ഈശോ നൽകിയൊരു അനുഗ്രഹം ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈശോയുടെ തിരുനാമത്തിന് എല്ലാ കാലവും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.